ജോബ് 23 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ജോബ് പറഞ്ഞു, ഇന്നെൻ്റെ ആവലാതി തിക്തമാണ്. ഞാൻ എത്ര വിലപിച്ചിട്ടും എൻ്റെ മേലുള്ള അവിടുത്തെ കരം ഭാരമേറിയതാണ്. എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ പരാതി അവിടുത്തെ മുമ്പിൽ ബോധിപ്പിക്കുകയും ഞാൻ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് എനിക്ക് എന്ത് പ്രത്യുത്തരം നൽകുമെന്നും എന്നോട് എന്ത് സംസാരിക്കുമെന്നും ഞാൻ അറിയുമായിരുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ എന്നോട് ന്യായവാദം നടത്തുമോ? ഇല്ല. അവിടുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. നീതിമാന് അവിടുത്തോട് വാദിക്കാൻ കഴിയും. എൻ്റെ വിധിയാളൻ എന്നെ എന്നേക്കുമായി മോചിപ്പിക്കും. ഇതാ, ഞാൻ മുൻപോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല. പുറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല. ഇടത്ത വശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല. വലത്തുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല. എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്നു, ഒരിക്കലും വ്യതിചലിച്ചില്ല. അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു. എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. അതിനാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ വിറകൊള്ളുന്നു. അവിടുത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ദൈവം എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കി. സർവശക്തൻ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അന്ധകാരത്തിൽ ആമഗ്നനായി. അന്ധതമസ് എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു. ജോബ് 24 അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്ത എന്തുകൊണ്ട്? അവിടുന്ന് നിശ്ചയിച്ച ദിനങ്ങൾ അവിടുത്തെ ഭക്തന്മാർ കാണാതിരിക്കുന്നത് എന്തുകൊണ്ട്? മനുഷ്യൻ അതിർത്തി കല്ലുകൾ നീക്കിക്കളയുന്നു. അവർ ആട്ടിൻപറ്റങ്ങളെ കവർന്നെടുക്കുകയും മേയിക്കുകയും ചെയ്യുന്നു. അവർ അനാഥരുടെ കഴുതിയെ തട്ടിക്കൊണ്ടുപോകുന്നു. അവർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു. അവർ ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളിമാറ്റുന്നു. പാവങ്ങൾ ഒളിച്ചു കഴിയുന്നു. മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇരതേടുന്ന കാട്ടുകഴുതകളെ പോലെ അവർ അധ്വാനിക്കുന്നു. അവർ വയലിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നു. ദുഷ്ടരുടെ മുന്തിരിത്തോട്ടത്തിൽ അവർ കാലാ പെറുക്കുന്നു. അവർ രാത്രി മുഴുവൻ നഗ്നരായി ശയിക്കുന്നു. തണുപ്പിൽ പുതയ്ക്കാൻ അവർക്കൊന്നുമില്ല. മലയിൽ പെയ്യുന്ന മഴ അവർ നനയുന്നു. പാർപ്പിടമില്ലാതെ അവർ പാറക്കെട്ടുകളിൽ അഭയം തേടുന്നു. മുല കുടിക്കുന്ന അനാഥ ശിശുക്കളെ പറിച്ചെടുക്കുകയും ദരിദ്രരുടെ കുഞ്ഞുങ്ങളെ പണയം വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. ദരിദ്രർ നഗ്നരായി അലയുന്നു. അവർ വിശന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. അവർ ദുഷ്ടന്മാരുടെ ചക്കിൽ ഒലിവെണ്ണയും വീഞ്ഞും ആട്ടിയെടുക്കുന്നു. എന്നാൽ അവർ ദാഹാർത്തരാണ്. നഗരത്തിൽ മരിക്കുന്നവരുടെ ഞെരുക്കം കേൾക്കുന്നു. മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിനു വേണ്ടി കേഴുന്നു. എന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ല. പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ എങ്ങനെയെന്ന് അതിനെ എതിർക്കുന്നവരുണ്ട്. ദരിദ്രരെയും നിരാലംബരെയും കൊല്ലുന്നതിന് കൊലപാതകി നേരം വെളുക്കു മുൻപ് ഉണരുന്നു. രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു. ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു. അവൻ മുഖം മൂടി അണിയുന്നു. രാത്രിയിൽ അവർ വീടുകൾ തുറക്കുന്നു. പകൽ സമയം കതകടച്ച് മുറികളിൽ കഴിയുന്നു. അവർ പ്രകാശം കാണുന്നില്ല. കടുത്ത അന്ധകാരമാണ് അവരുടെ പ്രഭാതം. അന്ധകാരത്തിൻ്റെ ക്രൂരതകളുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട്. നിങ്ങൾ പറയുന്നു, വെള്ളം അവരെ അതിവേഗം ഒഴുക്കിക്കളയുന്നു. ഭൂമിയിൽ അവരുടെ അവകാശം ശപിക്കപ്പെട്ടിരിക്കുന്നു. കച്ചവടക്കാർ അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല. വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്ന പോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. മാതൃഗർഭം പോലും അവരെ വിസ്മരിക്കുന്നു. അവരുടെ നാമം ഒരിക്കലും ഓർമ്മിക്കപ്പെടുന്നില്ല. അങ്ങനെ ദുഷ്ടതയെ വൃക്ഷം എന്ന പോലെ വെട്ടി നശിപ്പിക്കും. മക്കളില്ലാത്ത വന്യകളെ അവർ ഇരയാക്കുന്നു. വിധവയ്ക്ക് അവർ ഒരു നന്മയും ചെയ്യുന്നില്ല. ദൈവം തൻ്റെ ശക്തിയാൽ ബലവാന്മാരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു.
ജീവിതത്തെപ്പറ്റി നിരാശരാകുമ്പോൾ അവർ ഉണർന്നെഴുന്നേൽക്കുന്നു. ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു. അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു. അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു, പിന്നീട് അവർ ഇല്ലാതാകുന്നു. കള പോലെ അവർ വാടി നശിക്കുന്നു, കതിർക്കുല പോലെ അവരെ കൊയ്തെടുക്കുന്നു. ഇത് ശരിയല്ലെങ്കിൽ ഞാൻ നുണയനാണെന്നും ഞാൻ പറയുന്നത് അർത്ഥശൂന്യമാണെന്നും ആർ തെളിയിക്കും?